ഈ വീഡിയോ ദീർഘനേരം ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കുള്ളതാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്നവർ, ഡ്രൈവർമാര്, ദിവസവും മണിക്കൂറുകളോളം വാഹനം ഓടിക്കേണ്ടി വരുന്ന എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്പർ 1, പോസ്ചർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിനെയും പോസ്ചറിനെയും കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ എഴുത്തുവേദന, ഇടുപ്പ് വേദന എല്ലാം എങ്ങനെ ഒഴിവാക്കാമെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പോയി കാണുക. സെക്കൻഡ് പോയിന്റ്, ഹൈഡ്രേഷൻ. നിരന്തരമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ സ്വയം ഓർക്കുക. ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ മസിലിന്റെ സ്പാസം ഉണ്ടാവുകയും അതുപോലെ ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടാനുള്ള സാധ്യത അധികമാണ്. ഭക്ഷണം. യാത്ര ചെയ്യുന്നവർ സ്ഥിരമായി ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ മസാല അല്ലെങ്കിൽ സ്പൈസി ആയിട്ട് കഴിക്കുന്നത് ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കൂട്ടാനുള്ള ചാൻസ് അധികമാണ്. നേരം വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സ് എല്ലാം നല്ല ഓപ്ഷനാണ്. നമ്പർ 4, ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. ഒരു 80-100 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മളൊരു 3 to 5 മിനിറ്റ് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ സ്പൈനൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടും. സ്ട്രെച്ച് ആൻഡ് വാക്കിംഗ്. പിന്നെ ഓരോ ട്രിപ്പിന്റെ ഇടയിലുള്ള വെയിറ്റിംഗ് ടൈമിലെല്ലാം നമ്മൾ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നതിന് പകരം ചെറുതായിട്ടുള്ള സ്ട്രെച്ചുകൾ, ചെറുതായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള നടത്തമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ മൊത്തം സർക്കുലേഷൻ ഇംപ്രൂവ് ആവാനും ഈ ഒരു ഭാഗത്തുള്ള നീർക്കെട്ട് ഒഴിവാനൊക്കെ അത് സഹായിക്കും. ഈ വീഡിയോ ഒരുപാട് ഡ്രൈവിംഗ് ചെയ്യുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരം അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക.